الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായുള്ളൊരു ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും ജീവിതത്തിൽ സമ്പൂർണ്ണമായി നടപ്പാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടുന്ന ഉത്തമമായ മൂല്യങ്ങളെ സംബന്ധിച്ച് തുടർച്ചയായ നിരവധി ആഴ്ചകളിലായി നാം മനസ്സിലാക്കി വന്നിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകളിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഒരു മുഅ്മിൻ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിഷയകമായി 72-ാമത്തെ വചനത്തിലൂടെ ഇബാദുർ റഹ്മാന്റെ സച്ചരിതരായ അടിമകളുടെ അതിമഹത്തായ മറ്റൊരു പ്രധാന ഗുണം അള്ളാഹു എടുത്തു പറയുന്നത് വല്ലദീന ലാ യഷ്ഹദൂന അസ്സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ എന്നതാണ്. വല്ലദീന ലാ യഷ്ഹദൂന അസ്സൂർ, അവർ വ്യാജത്തിന് സാക്ഷി നിൽക്കുകയില്ല എന്നതാണ്. ഇവിടെ എന്താണ് സൂർ എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നത്? സാധാരണ ഷഹാദത്തു സൂർ എന്നത് കള്ളസാക്ഷ്യം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് ലാ യഷ്ഹദൂന സൂർ എന്നതിൻ്റെ വിവക്ഷ പ്രത്യേകിച്ച് തഫ്സീർ ഇബ്നു കസീറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഷഹാദത്തു സൂർ എന്നതിൻ്റെ വിപുലമായ വ്യാപകമായ അർത്ഥം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായ ഒന്ന് ലാ യഷ്ഹദൂന അസ്സൂർ എന്നതുകൊണ്ടുള്ള വിവക്ഷ അശ്ശിർക്കു വഇബാദത്തുൽ അസ്നാം, അല്ലാഹു പൊറുക്കാത്ത പാപമായ ഷിർക്ക്, ബിംബങ്ങൾക്കുള്ള ആരാധന, അതിനൊരിക്കലും അവർ സാക്ഷി നിൽക്കില്ല, അഥവാ ആ കാര്യവുമായി ഒരിക്കലും അവർ യോജിച്ചു പോവുകയില്ല എന്നതാണ്. രണ്ടാമത്തെ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തഫ്സീർ അൽ കദിബു വൽ ഫുസ്ഖു വൽ ലഗ്വു വൽ ബാത്തിൽ, കള്ളമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദുർനടപ്പ്, തെമ്മാടിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അശ്രദ്ധയിൽ ജീവിക്കുന്ന കാര്യങ്ങൾ, ബാത്തുലായ കാര്യങ്ങൾ, ഇതിൽ നിന്ന് എല്ലാം അള്ളാഹുവിൻ്റെ ഈ ഇഷ്ടദാസന്മാർ വിട്ടുനിൽക്കും എന്നതാണ്. അഥവാ മനുഷ്യ ജീവിതത്തിലെ തിന്മകളായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് പ്രധാനമായി ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രമുഖമായ അതിൻ്റെ തഫ്സീർ ഹുവ അല്ലഹ്വു വൽ ഗിനാ,
വിനോദവും അതുപോലെ തന്നെ സംഗീതവുമാണ് അതുകൊണ്ടുള്ള വിവക്ഷ എന്നതാണ്. മനുഷ്യന്റെ ബുദ്ധിയെ ശരിയുടെ തലത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന, സ്വബോധം നഷ്ടപ്പെടുത്തുന്ന, അവനെ ലഹരി പിടിപ്പിക്കുന്ന വിധത്തിലുള്ള വിനോദങ്ങളും സംഗീതങ്ങളുമൊക്കെയാണ് ലാ യഷ്ഹദൂന സൂർ എന്നതിന്റെ മറ്റൊരു പ്രധാന വിവക്ഷ. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മറ്റു പ്രമുഖരായ മുഫസ്സിറുകളും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇവിടെ ഷഹാദത്തു സൂർ എന്നതുകൊണ്ടുള്ള വിവക്ഷ ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകരുടെ ആഘോഷങ്ങളാണ്. ബഹുദൈവ ആരാധകരുടെ ആഘോഷങ്ങൾക്കൊരിക്കലും അവർ സാക്ഷി നിൽക്കുകയില്ല എന്നതാണ് ലാ യഷ്ഹദൂന സൂർ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അംറു ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അതിന് നൽകിയ വിശദീകരണം ഹിയ മജാലിസുസ്സൂ എന്നതാണ്. അഥവാ തിന്മയുടേതായ ഏതൊക്കെ മജ്ലിസ് ഉണ്ടോ അതെല്ലാം, അത് സംഗീതമാകട്ടെ, ലഹരിയാകട്ടെ, മറ്റ് മനുഷ്യനെ ദീനിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തെറ്റിക്കുന്നത് എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെയുള്ള മജ്ലിസ്, അവിടെ നിന്നൊക്കെ വിട്ടുനിൽക്കുക എന്നതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ ഈ കാര്യത്തെ വിശദീകരിച്ചു പറയുന്നത് ഷുർബുൽ ഖംരി ലാ യഹ്ളുറൂനഹു വലാ യർഗബൂന ഫീഹി കമാ ജാഅ ഫിൽ ഹദീസ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹാ ഖംർ. അല്ലാഹുവിലും പരലോകത്തിലും ഏതൊരാൾ വിശ്വസിക്കുന്നുവോ അവൻ മദ്യം വിളമ്പുന്ന ഒരു സുപ്രക്കടുക്ക്, അത് വിളമ്പുന്ന ഒരു സദ്യക്കരികിൽ അവൻ പോകാതിരിക്കട്ടെ, അതിന്റെ കൂടെ ഇരിക്കാതിരിക്കട്ടെ. ഞാൻ കുടിക്കുന്നില്ല, കമ്പനിയുടെ ന്യൂ ഇയറിന്റെ ആഘോഷമാണ്, എന്റെ ഓഫീസിന്റെ ആഘോഷമാണ്, ബാക്കിയുള്ളവരൊക്കെ സേവിക്കാം, ഞാൻ അപ്പുറം ഇരുന്ന് ചായ കുടിക്കാം എന്നതുപോലും പാടില്ല എന്നതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അഥവാ തിന്മയുടേതായ ഏതൊക്കെ സാഹചര്യമുണ്ടോ അതിൽ നിന്നെല്ലാം സമ്പൂർണമായി വിട്ടുനിൽക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഖൗലുസ്സൂർ എന്നതും ഈ വിഷയത്തിലെ പ്രധാനമായ ഒരു കാര്യമാണ്. കാരണം സംസാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ പ്രത്യേകമായ സവിശേഷതയാണ് വഅല്ലമഹുൽ ബയാൻ, ബയാനിനുള്ള കഴിവ് മനുഷ്യന് നൽകിയെന്നുള്ളത്. ഇവിടെ മറ്റു പല വ്യത്യസ്ത ജീവജാലങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള സിദ്ധികൾ അള്ളാഹ് നൽകിയിട്ടുണ്ട് അവയുടേതായ ഭാഷയിൽ. പക്ഷേ ബയാൻ എന്നുള്ള അർത്ഥത്തിൽ, അഥവാ കണ്ടെത്തലുകൾ നടത്താൻ, ഗവേഷണങ്ങൾ നടത്താൻ, നിഗമനങ്ങളിലൂടെ പര്യവേക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതിനൊക്കെ സാധ്യമാകുന്ന യഥാർത്ഥമായ ബയാൻ അത് മനുഷ്യന് മാത്രം അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ, അഥവാ ആശയവിനിമയത്തിന്റെ ഉപാധിയായ സംസാരത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു വിശ്വാസിക്ക് നിതാന്ത ജാഗ്രതയുണ്ടാകണം. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അയാളുടെ സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസാരത്തിൽ സത്യസന്ധതയുണ്ടാകണം എന്നതാണ്. അതോടൊപ്പം തന്നെ അസത്യത്തിന്റെ വാക്കുകൾ, മൊഴി മാറ്റിപ്പറയലുകൾ, നേരത്തെ പറഞ്ഞൊരു വാക്കിനെതിരായിട്ട് നിൽക്കൽ, ഇതൊന്നും തന്നെ ഇബാദുർ റഹ്മാന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഉടമസ്ഥനുമായി, ബോസുമായി അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കരാറിനെതിരായി പ്രവർത്തിക്കുക. ഒരാളുമായി കച്ചവടം ഉറപ്പിച്ചു, പിറ്റേന്ന് മറ്റൊരാൾ വന്ന് അതിനേക്കാൾ വലിയൊരു തുക പറഞ്ഞു, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആദ്യത്തെ ആളോട് ആ കച്ചവടത്തിൽ അയാൾ തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുക്കുക, മറ്റെന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയ ഒരു ഇടപാടും മുഅ്മിനിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. മൊഴി മാറ്റിപ്പറയുക, കരാറിനെ ലംഘിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ അനാവശ്യമായ എല്ലാ സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാകണം മുഅ്മിൻ. കള്ളം അവന്റെ വായിൽ വരാൻ പാടില്ല. വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. കള്ളം എന്ന് പറയുന്നത് മനുഷ്യനെ ദുർനടപ്പിലേക്കാണ് നയിക്കുക. ആ ദുർനടപ്പുകൾ അവനെ നരകത്തിലേക്കും എത്തിക്കും. അതുകൊണ്ട് ഏതേത് സാഹചര്യങ്ങളിലാണെങ്കിലും ശരി, കള്ളം പറയുന്നൊരു സ്വഭാവം മുഅ്മിനിൽ വരാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല, യുക്തബു ഇൻദല്ലാഹി കദ്ദാബൻ വഇന്നർ റജുൽ ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്, ഒരു മനുഷ്യൻ
മനുഷ്യൻ കള്ളം പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവന്റെ രേഖയിൽ കള്ളം പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് വാക്കിനെ ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ കേട്ടതെല്ലാം പറയുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ. താൻ കേട്ടതൊക്കെ മറ്റൊരാളോട് പറയുക എന്നുള്ളത് ഒരാൾ കള്ളം പറയുന്നവനായിത്തീരാൻ അത് മതിയാകും. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് കേൾക്കുക എന്നതിനേക്കാൾ ഉപരി മെസ്സേജാണ്. ഒരു മെസ്സേജ് കിട്ടിയാൽ അതൊരു 10 പേർക്ക് ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. സത്യത്തിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളിലൂടെ എന്റെ വ്യക്തിത്വമാണ് പ്രതിഫലിക്കപ്പെടുന്നത്. എന്റെ ഓരോ മെസ്സേജും അത് ഫോർവേഡിംഗ് ആകട്ടെ അല്ലാത്തതാകട്ടെ, ഞാൻ എന്ന വ്യക്തിയെയാണ് അവിടെ അളക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ സ്വന്തമായി മെസ്സേജ് അയക്കുമ്പോഴും ഫോർവേഡ് ചെയ്യുമ്പോഴുമെല്ലാം ഇത് നല്ലതാണോ, ഇത് എനിക്ക് യോജിച്ചതാണോ, ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റിയതാണോ, ഈ വോയിസ് മെസ്സേജ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയതാണോ, കൃത്യമായ പരിശോധനയുണ്ടാകണം. കാരണം കിട്ടിയതൊക്കെ കൊടുക്കൽ അഥവാ കേട്ടതൊക്കെ പറയൽ അത് നിങ്ങൾ കള്ളം പറയുന്നവനായി മാറാൻ മതിയാകുന്നതാണ്. പ്രത്യേകിച്ചും സംഘടനാ സങ്കുചിതത്വത്തിന്റെ പിറകെ പോകുന്ന ആളുകളിൽ ഇതൊക്കെ വല്ലാതെ കൂടും. എതിർ പാർട്ടിക്കാരനാണെങ്കിൽ, എതിർ സംഘടനക്കാരനാണെങ്കിൽ ശരിയും തെറ്റും ഒന്നും നോക്കാതെ എങ്ങനെയൊന്ന് അവനെ അല്ലെങ്കിൽ അയാളെ ഏറ്റവും മോശമാക്കാം എന്നുള്ള നിലക്ക് ചിന്തിച്ചുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം വിശ്വാസിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷണിയുടേതായ സംസാരങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് മോശമായ സംസാരം, ഒരു മുഅ്മിൻ എപ്പോഴും ഹുസ്നുൽ ളന്ന്, മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല വിചാരം അത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം വിചാരങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ മനസ്സിന്റെ പ്രതികരണമാണ്. ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു വീടിന്റെ മുറ്റത്ത് കണ്ടാൽ മനസ്സിൽ ചിന്മയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവനെ വിലയിരുത്തുക, അവൻ മോശമായ ഒരു കാര്യത്തിന് ആ വീട്ടിൽ കയറിയതാണ് എന്നതാണ്. കാണുന്നവന്റെ, നോക്കുന്നവന്റെ മനസ്സിനനുസരിച്ചാണ് പലപ്പോഴും അവന്റെ മനസ്സിൽ ചിന്തയുണ്ടായിത്തീരുക. അതുകൊണ്ട് തന്നെ ഒരാളെക്കുറിച്ചും മോശമായൊന്ന് ഭാവിക്കാൻ, ചിന്തിക്കാൻ സത്യവിശ്വാസിക്ക് പാടില്ലാത്തൊരു കാര്യമാണ്. ചിന്തിക്കാൻ പോലും പാടില്ലാത്തത് പിന്നെ പറയുക എന്നത് എത്ര ഗൗരവതരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഗൗരവത്തോടുകൂടി ബോധ്യപ്പെടുത്തുന്നു. വലാ യഗ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. സൂറത്തുൽ ഹുജറാത്തിലൂടെ മുഅ്മിനിൽ ഉണ്ടാകേണ്ടുന്ന അതിമഹത്തായ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചടത്ത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുന്നവരായി മാറരുത്. അതുപോലെ തന്നെ അയാളുടെ കുറ്റങ്ങളും കുറവുകളും പ്രചരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യൽ തീർച്ചയായും നിങ്ങൾ സഹോദരൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നോ എന്നാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. എന്താണ് ഏഷണി? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്. നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അവൻ വെറുക്കുന്ന ഒരു കാര്യം അവനെ കുറിച്ച് പറയാ. കേൾക്കുന്നത് ഒരിക്കലും അവന് ഇഷ്ടമല്ല. അങ്ങനെ തന്നെ കുറിച്ചൊരു കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നത് തന്റെ സഹോദരൻ ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു കാര്യം നീ നിന്റെ സഹോദരനെ കുറിച്ച് പറയലാണ് എന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പ്രചരിപ്പിക്കുക. വ്രണത്തിലെ ഈച്ചകളെപ്പോലെ അത് വളർന്നു വലുതാകണമെന്ന് ആഗ്രഹിക്കുക. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. പരദൂഷണം പറയുന്നവൻ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ആവർത്തിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് എല്ലില്ലാത്ത ഈ അവയവം ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ ഓഫീസിൽ നമ്മുടെ സ്ഥാനം ഉയരുന്നത് എങ്ങനെയാണ്? അതിന്റെ മാനദണ്ഡം എന്താണ്? ബോസിന്റെ അടുക്കൽ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് മാത്രമല്ല അതിന്റെ മാനദണ്ഡം, മറിച്ച് മേലുദ്യോഗസ്ഥരോട്, കീഴ് ജീവനക്കാരോട് ഈ അവയവം
കൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്താണ്? ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അല്ല, മറിച്ച് ഈ അവയവത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. ഭാര്യയുടെ മുമ്പിൽ നമ്മൾ ഉത്തമനായ ഒരു ഭർത്താവായി മാറുന്നത് എങ്ങനെയാ? നമ്മുടെ ശാരീരിക ക്ഷമത കൊണ്ടല്ല, മറിച്ച് അവളുടെ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നാവാണ്, അതിലെ വാക്കുകളാണ്. ഭർത്താവിന്റെ മുമ്പിൽ ഒരു ഭാര്യ ഏറ്റവും നന്നാവുന്നത് എവിടെയാണ്? അമ്മായിയമ്മയുടെ മുമ്പിൽ ഒരു മരുമകൾ ഏറ്റവും നന്നാവുന്നത് എവിടെയാണ്? ഈ അവയവം ഉപയോഗപ്പെടുത്തുന്നിടത്താണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ പുരോഗതിയെ, ഔന്നത്യത്തെ നിർണയിക്കുന്ന ഈ കാര്യം, നാവെന്ന അവയവം അതുപയോഗിക്കുന്നിടത്തൊരു മുഅ്മിൻ ശ്രദ്ധയുള്ളവനാകണം, സൂക്ഷ്മതയുള്ളവനായി തീരണം. അതേ പ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. നേരത്തെ പറഞ്ഞു, മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖൗലുസ്സൂറും ഷഹാദത്തുസ്സൂറും പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനമായ ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടം നമുക്കറിയാം, പ്രത്യേകിച്ച് പുതിയ തലമുറ അതിന്റെ ലഹരിയിലാണുള്ളത്. വ്യത്യസ്തങ്ങളായ ലഹരികളാണ് പുതുതലമുറയെ പ്രത്യേകിച്ചും ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് സംഗീതം. തിരക്കുള്ള ബസ്സിൽ നിൽക്കുമ്പോഴും രണ്ട് ചെവിയിലും കുത്തിയിട്ടാണ് അവൾ നിൽക്കുന്നത്. യാത്രാവേളയിൽ മുഴുവൻ അങ്ങനെയാണ്. മരണ വീട്ടിൽ ചെന്നാൽ പോലും അങ്ങനെയാണ്. മുഴുവൻ സമയവും കാതടപ്പിക്കുന്ന സംഗീതത്തിന്റെ ആസ്വാദനത്തിലാണ്. മുഅ്മിനിന് ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ 6-ാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചു. വമിനന്നാസ് മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വ ഉലൈക ലഹും അദാബും മുഹീൻ. വമിനന്നാസ്, മനുഷ്യരിൽ ചില ആളുകൾ, മൻ യശ്തരി ലഹുവൽ ഹദീസ്, ലഹുൽ ഹദീസ് വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, ലഹുൽ ഹദീസ് വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുന്ന, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ലഹുൽ ഹദീസ്, വിനോദ വാർത്തകൾ. അവിടെ കൃത്യമായി പ്രത്യേകിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിന് കൊടുത്ത വിശദീകരണം, ലഹുൽ ഹദീസ് എന്നത് അൽ ഗിനാ, മ്യൂസിക്കാണെന്നാണ്, സംഗീതമാണ്. കാരണം അതൊരു ലഹരിയാണ്. അത് ബുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യനത് മത്തുപിടിപ്പിക്കും. അതുകൊണ്ടാണ് ആടിത്തുടങ്ങും, സ്റ്റേജിൽ കയറി കൂടെയാടും, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധി നിലവാരത്തെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന മതമാണ്. മദ്യം ആ ബുദ്ധിയെ തകർക്കുന്നതാണ്, സംഗീതം ആ ബുദ്ധിയെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ലഹരിയിൽപ്പെട്ട ഈ കാര്യവും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുക എന്നതും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. പടച്ച റബ്ബ് പഠിപ്പിച്ച സത്യദീനിന്റെ സന്ദേശം അതിനെ മോശമാക്കിയിട്ട് പറയാ, അതിനെ പരിഹസിച്ചുകൊണ്ട് പറയാ, അള്ളാഹിനെ കുറിച്ച് ഡിങ്കൻ എന്ന് പറയുക, അള്ളാഹു പഠിപ്പിക്കുന്ന മതത്തിന്റെ സന്ദേശത്തെ ഡിങ്കന്റെ കഥകളെന്ന് പറയുക, അതൊക്കെയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്, പടച്ചവനിൽ നമ്മൾ ശരണം തേടുക. സൂറത്തു അൻആം 68-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളെ അപഹസിക്കുന്ന, അതിനെ മോശമായി പറയുന്ന ആളുകളെ നീ കണ്ടാൽ ഫഅരിദ് അൻഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റൊരു സംസാരത്തിൽ വ്യാപരിക്കുന്നവരെ നീ അവരിന്ന് വിട്ടുനിൽക്കണമെന്നാണ്. അങ്ങനെ മോശമായൊരു സംസാരം നടക്കുന്ന ആളുടെ കൂടെ ഇരിക്കാൻ നീ പോകരുത്. അവരുടെ സഹവാസവും സാമീപ്യവും നീ ഒരിക്കലും ഇഷ്ടപ്പെടരുത് എന്നതാണ് സൂറത്തു അൻആം 68-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. കാരണം ഇത് ദീനാണ്. ലോകത്തെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ്, നിഷേധിക്ക് പോലും അന്നവും ആഹാരവും നൽകുന്ന റഹ്മാനായ റബ്ബ്, ആ കാരുണ്യവാനെ ചീത്ത വിളിക്കുന്ന, ആ റബ്ബിന്റെ ദീനിനെ പരിഹസിക്കുന്ന സംസാരങ്ങളുടെ നാലയലത്തേക്ക് നീ അടുക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അതുകൊണ്ട് മുഅ്മിൻ വല്ലദീന ലാ യഷ്ഹദൂന അസ്സൂർ, ഒരിക്കലും തന്നെ മോശപ്പെട്ട കാര്യങ്ങൾക്ക്, വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരാണവർ. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, നിരർത്ഥ ഭാഷണങ്ങൾക്ക് സമീപത്തുകൂടി അവർ നടന്നു പോകുമ്പോ മർറൂ കിറാമാ, അവർ മാന്യന്മാരായിട്ടാണ് നടന്നു പോവുക എന്നതാണ്. എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യഷ്ഹദൂന അസ്സൂർ ഐ ഷഹാദത്തു അസ്സൂർ വഹിയൽ കദിബു
متعمدا على غيره كما ثبت في الصحيحين عن أبي بكر قال رسول الله صلى الله عليه وسلم ألا أنبئكم بأكبر الكبائر. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ വിശദീകരണമായി പഠിപ്പിച്ചു. റസൂൽ ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, വൻ പാപങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് റസൂൽ പറഞ്ഞു, ഒന്ന് അശ്ശിർകു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം ഏതാണ്? അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. പിന്നെ വഉഖൂഖുൽ വാലിദൈൻ, തുടർന്ന് റസൂലുള്ളാഹി പറയാണ് വൻ പാപങ്ങളിൽ പെട്ടതാണ് ഏത്? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അവഗണിക്കുക, മാതാപിതാക്കളോട് മോശമായി പെരുമാറുക. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് വകാന മുത്തക്കൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാരിയിരിക്കുകയായിരുന്നു. ഫജലസ, ആ ചാരിയിരുന്നിടത്ത് റസൂൽ ഒന്ന് നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഫഖാൽ അലാ വഖൗലുസ്സൂർ വശഹാദത്തുസ്സൂർ ഫമാ സാല യുകർരിറുഹാ, കള്ള വാക്ക്, കള്ള സാക്ഷ്യം ശ്രദ്ധിക്കണം നിങ്ങൾ, ആവർത്തിച്ച് റസൂൽ പറഞ്ഞു. എന്നിട്ട് അത് ഹദീസ് ഉദ്ധരിച്ച അദ്ദേഹം പറയാണ് ഹത്താ ഖുൽനാ ലൈതഹു സകത, റസൂലുള്ള ഗൗരവത്തോടുകൂടി ഈ വിഷയം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അള്ളാന്റെ റസൂൽ ഒന്ന് സംസാരം നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അത്ര ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയം അവിടുന്ന് ബോധ്യപ്പെടുത്തിയത്. വഇദാ മർറു ബില്ലാഹി മർറു കിറാമ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു ഐ ലാ യഹ്ലുറൂന الزور وإذا اتفق مرورهم به مروا ولم يتدرسوا منه بشيء. ശരിയായ വിശ്വാസികളായ ആളുകൾ ഒരിക്കലും ഇത്തരം സദസ്സുകളിലേക്ക് പോവുകയില്ല എന്നു മാത്രമല്ല, അവരുടെ സാമീപ്യം അതുമായി ആകുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നാൽ അതിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. അതാണ് മർറു കിറാമ എന്ന് തുടർന്ന് അല്ലാഹ് പറഞ്ഞത്. മാന്യന്മാരായ അവർ അതിൽ നിന്ന് നടന്നു പോകുമെന്നുള്ളതാണ്. ഈ സദസ് എനിക്ക് പറ്റിയതല്ല, അങ്ങാടിയിലെ ഈ ബെഞ്ച് എനിക്ക് പറ്റിയതല്ല, നാട്ടിലെ ഈ ബസ് സ്റ്റോപ്പ് എനിക്ക് ഇരിക്കാൻ കൊള്ളാവുന്നതല്ല, ഈ ക്ലബ്ബ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നതല്ല, ഈ മീറ്റിംഗ് എനിക്ക് യോജിച്ചതല്ല. കാരണം ഇതൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് എന്നെ തെറ്റിക്കുന്ന കേന്ദ്രങ്ങളാണ്, അത്തരത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനു പകരം എനിക്കെന്റെ ഈമാൻ വർദ്ധിക്കാൻ ദീനിന്റെ മജ്ലിസുകളുണ്ട്, അതെവിടെയെന്ന് ഞാൻ കണ്ടെത്തണം. എനിക്കെന്റെ റബ്ബിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഖുതുബകൾ നടക്കുന്ന പള്ളികളുണ്ട്, അത് ഞാൻ അന്വേഷിക്കണം. എനിക്കെന്റെ റബ്ബിനെ അടുത്തറിയാൻ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം, അതിന്റെ ആശയതലം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, QHLS ക്ലാസുകളുണ്ട്, അതെവിടെയുണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തണം. അവിടെയാകണം എന്റെ സാന്നിധ്യം. അപ്പോഴേ ഈ പറഞ്ഞ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടാൻ, നന്മയുടെ സദസ്സുകൾ അന്വേഷിച്ച് നടക്കുകയും തിന്മയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഓടിയകലുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളുമെല്ലാം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ളവർ നല്ലവരാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ സഹവാസം നമുക്ക് നന്മ നൽകുന്നവരുമായിട്ടാണ് എന്നത് നാം ഉറപ്പുവരുത്തുക. കമ്പനിയിലൂടെ, കൂട്ടുകെട്ടിലൂടെ വന്നു ചേരാനിടയുള്ള തിന്മകളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് ഇബാദുർ റഹ്മാനെ കുറിച്ച് പഠിപ്പിച്ച മഹത്തരമായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഗൗരവതരമായി നോക്കിക്കാണുകയും കൃത്യമായ ദീനിന്റെ സന്ദേശങ്ങൾ പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കിയ പോലെ ഒരു പഴയ കലണ്ടർ മാറ്റിവെച്ച് പുതിയ കലണ്ടർ ചുമരിൽ തൂക്കി
പുതുവർഷത്തിൻ്റെതായ സംസാരങ്ങൾ ചുറ്റുപാടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്വയം മുഅ്മിനിൽ ഉണ്ടാകേണ്ടുന്ന വിലയിരുത്തലുകൾ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയും നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായ ലഹരികളുടെ, ഉന്മാദങ്ങളുടെ അടിമകളായി മനുഷ്യർ മാറുകയും ചെയ്യുന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. 14-15 വയസ്സുള്ള 2 കൗമാരക്കാരുടെ കുത്തേറ്റുകൊണ്ട് 30കാരൻ പിടഞ്ഞു മരിച്ച വാർത്ത 2 ദിവസം മുമ്പ് മാത്രമാണ് പത്രകോളത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. 24 കുത്തുകളേറ്റ ഒരു സംഭവമാണ് ഇന്നലെ നാം വായിച്ചിട്ടുള്ളത്. അതിന്റെ കമന്റിൽ ആരോ രേഖപ്പെടുത്തി അടുത്ത കൊല്ലാവുമ്പോൾ ചിലപ്പോൾ കുത്തിന്റെ എണ്ണം 25 എന്നും മാറും. അതുപോലും ഈ വിധത്തിലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മുഅ്മിൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, എന്റെ ജീവിതത്തിലെ ഒരു വർഷം കടന്നുപോയി, പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ക്രിസ്തുവർഷത്തിന്റെ പുതിയ വർഷത്തിന് സാക്ഷ്യം വഹിക്കാൻ റബ്ബ് എനിക്ക് അനുഗ്രഹം നൽകിയെങ്കിൽ ജീവിതത്തിലെ എണ്ണപ്പെട്ട നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന തിരിച്ചറിവാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന ആ ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന ഓർമ്മ. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ ആ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, വഅന്നഹു ഹുവ അൽഹക വഅബ്ക, കരയിപ്പിക്കുന്നത് എൻ്റെ റബ്ബാണ്, ചിരിപ്പിക്കുന്നത് എൻ്റെ റബ്ബാണ്. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും റബ്ബാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിയെ കരച്ചിലാക്കി മാറ്റാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഏറെയുണ്ട്. വീട്ടിൽ കുടുംബം ഒന്നിച്ചിരുന്ന് ആഹ്ലാദത്തോടുകൂടി സ്വീകരണ മുറിയിലെ സോഫകളിലിരുന്ന് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ ഒരൊറ്റ ഫോൺ കോൾ വന്നാൽ മതി, ആ വീടിന്റെ ഉടമസ്ഥൻ, ഗൃഹനാഥൻ മഞ്ചേരിയിൽ ബൈക്ക് ആക്സിഡന്റിൽ, കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇന്നാലില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും ദുരന്ത മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അവിടെ തീർന്നു. അതുകൊണ്ട് ഹാദിമിൽ ലദ്ദാത്ത് എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന അൽ മൗത്ത്, ആ മരണം, അതിനെക്കുറിച്ച ഓർമ്മയാകണം കലണ്ടറുകൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായി ഉണ്ടാകേണ്ടത്. അപ്പോഴേ നമ്മൾ ബുദ്ധിമാനാകുള്ളൂ. ഭൗതികമായ വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടി ജയിച്ചടക്കി ആ ആസ്തികളുടെ മുകളിൽ നിന്ന് അഭിമാനം നടിക്കുന്നവനല്ല യഥാർത്ഥ ഭാഗ്യവാൻ. ആരാണ് ബുദ്ധിയുള്ളവൻ? ആരാണ് ഭാഗ്യവാൻ? ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, അയ്യുൽ മുഅ്മിനീൻ അഖിയസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മുഅ്മിനുകളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവനെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ. മുഅ്മിനുകളിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർമ്മ ആർക്കാണോ ഉള്ളത് അവനാണ് ഏറ്റവും ബുദ്ധിമാൻ. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിദാദാ. വരാനിരിക്കുന്ന ശേഷമുള്ള ആ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരും വഉലായിക്കൽ അഖിയാസ്, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി അധ്വാനിക്കുക. മരിച്ചു പോകാനുള്ളവനാണ് ഞാൻ. ഏത് ഭക്ഷണവും അവസാനത്തെ ഭക്ഷണമാകാം, ഏത് ജുമഅയും അവസാനത്തെ ജുമഅയാകാം, ഏത് ഉറക്കവും അവസാനത്തെ ഉറക്കമാകാം, ഏത് സംസാരവും അവസാനത്തെ സംസാരമാകാം. അവസാനം നന്നാകണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നന്നാകണം. ആ ഓർമ്മയോടെയാകണം ഒരു പുതുവർഷത്തേക്ക് നാം കാലെടുത്തു വെക്കുന്നത്. ആ ഓർമ്മ മാത്രമേ അമിതമായ ആഘോഷങ്ങളിൽ നിന്ന്, ആഹ്ലാദങ്ങളിൽ നിന്ന് മാറി ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ നീങ്ങാൻ നമുക്ക് സഹായകമായി തീരുള്ളൂ. അനുബന്ധമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന മറ്റൊരു കാര്യം, ഹിജ്റ മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മുഅ്മിനിന് അവിടെയും ചിന്തിക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ യുദ്ധം നിഷിദ്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ മാസം എന്ന് നമുക്കറിയാം. സ്വന്തത്തിന് പോലും ഉപദ്രവമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ 1-ലേറെ വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട മാസം. വരാനിരിക്കുന്ന റമളാനിലേക്ക് വേണ്ടി ഒരുങ്ങാൻ, അതിനെ സ്വീകരിക്കാൻ സർവാത്മനാ തയ്യാറാകാനുള്ള മാസങ്ങളിൽപ്പെട്ടതാണ് റജബും ഷഅബാനും. അതുകൊണ്ട് ഈ മാസങ്ങളിൽ ആരാധനകൾ, അദ്കാറുകൾ, ഇഹ്സാനുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ, പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ഒപ്പം
പരിശുദ്ധ ദീനിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് ഇതിലേക്ക് കടന്നു വരാനിടയുള്ള എല്ലാ പതിരുകളെയും മാറ്റാനും നമുക്ക് സാധിക്കണം. മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക നോമ്പ്, അതുപോലെ സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക നിസ്കാരം, അതുപോലെ തന്നെ പ്രത്യേകമായി റജബിലൊരു ഉംറ എന്നിങ്ങനെയുള്ള പല പുതിയ ഏർപ്പാടുകളും അടുത്ത കാലത്തായി പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സമൂഹം ആരംഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിക്കാത്ത പുതിയ ആചാരങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങൾ, ഉള്ളത് സ്വീകരിക്കാതിരിക്കുക, ഇല്ലാത്തത് പുതുതായി കൊണ്ടുവരിക. അതാണ് പലപ്പോഴും മനുഷ്യരുടെ സ്വഭാവം. അത് പലപ്പോഴും പിശാച് ഉണ്ടാക്കി തീർക്കുന്ന. അതുകൊണ്ട് ശരി കൃത്യമായി പഠിച്ച് തെറ്റ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി സ്വീകരിക്കേണ്ടത് പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാകണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഓരോ നിമിഷവും പരലോകത്തിനു വേണ്ടി അധ്വാനിച്ച് മനസ്സിനെ, വികാരങ്ങളെ, ചിന്തകളെ നിയന്ത്രിച്ച് യഥാർത്ഥ ബുദ്ധിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മെ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്ന ശൈത്താൻ ഒരുക്കിയിരിക്കുന്ന വലക്കണ്ണികൾ ഓരോന്നും കൃത്യമായി നാം തിരിച്ചറിയുക. കൗമാരക്കാരായ യുവാക്കളായ നമ്മുടെ മക്കളെ ഈ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എല്ലാ നന്മയിലും നമ്മൾ മുന്നിലുണ്ടാകണം. ഇൻഷാ അല്ലാഹ് 6-ാം തീയതി തിങ്കളാഴ്ച മഞ്ചേരി സഭാ ഹാളിൽ വെച്ച് കുടുംബ വിജ്ഞാന വേദി സംഘടിപ്പിക്കപ്പെടുകയാണ്. ബഹുമാന്യനായ സൊഫ്വാൻ ബറാമിയാണ് ക്ലാസ് എടുക്കുന്നത്. പുതുവർഷം വരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്നതിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഇൻഷാ അല്ലാഹ് അവിടെ നടക്കും. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ഭവനം. നമുക്കറിയാം, ഓരോ പള്ളിയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഖുർആനും സുന്നത്തും കൃത്യമായി ജനങ്ങൾക്ക് പകർന്നുകൊടുത്ത് തിന്മകളിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുന്ന പള്ളികൾ, അതിനുവേണ്ടി നാം ചിലവഴിക്കുന്ന ഓരോ തുട്ടും അള്ളാഹുവിന്റെ അടുക്കൽ അതിമഹത്തായ പ്രതിഫലമുള്ളതാണ്. നമ്മുടെ സമീപ പ്രദേശമായ കിടങ്ങഴിയിൽ അവിടെ അവർ നേരത്തെ തന്നെ സ്ഥാപിച്ചൊരു പള്ളി, അതിന്റെ സൗകര്യം കുറവായി തീർന്നാൽ വിപുലീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷത്തോളം രൂപ പുതിയ പ്രൊജക്ടിന് ആവശ്യമാണ്. ആ വിഷയത്തിൽ സഹായത്തിന് വേണ്ടി നമ്മെ സമീപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ജാരിയായൊരു സദഖ എന്നുള്ള നിലക്ക് അക്കാര്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തോടുകൂടി വരണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, വിശുദ്ധ ഖുർആനും നിന്റെ റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥമായ തഖ്വയും ഈമാനും മുറുകെ പിടിച്ച് ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. എല്ലാവിധ പൈശാചികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന ഞങ്ങളുടെ ഇണകളും സന്തതികളും ഞങ്ങളുടെ ശത്രുക്കളായി മാറാതെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഒരുപാട് തിന്മയുടെ ചതിക്കുഴികൾ നിലനിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ എല്ലാവിധ തിന്മകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم اخذل من خذل دين محمد صلى الله عليه وسلم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب
النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.